നമ്മൾ ഈ സെക്ഷനിൽ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനെ കുറിച്ച് നോക്കാൻ പോവാണ്. ഹാർഡ് ഡിസ്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നോക്കിയാൽ ബേസിക് ഹാർഡ് ഡിസ്ക്, ഡൈനാമിക് ഹാർഡ് ഡിസ്ക് എന്ന് രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് മെത്തേഡിലും എങ്ങനെയാണ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക, പാർട്ടീഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മൾ നോക്കാൻ പോകും. ഇപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിൽ 4 പാർട്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇനിയും ബാലൻസ് സ്പേസ് ഉണ്ട്. ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിനി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഹാർഡ് ഡിസ്കിൽ മാക്സിമം 4 പാർട്ടീഷൻ മാത്രമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നുള്ള എല്ലാ ഹാർഡ് ഡിസ്കിലും അത് തന്നെയാണ്. നിങ്ങൾ 1 ടെറാബൈറ്റ് ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചാലും 4 പാർട്ടീഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്, എഫ് ഡ്രൈവ്, ജി ഡ്രൈവ് എന്ന് 4 പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനിയും നമുക്ക് സ്ഥലം ബാക്കിയുണ്ട്. ഈ അൺഅലക്കേറ്റഡ് പാർട്ടീഷനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പാർട്ടീഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് ചെല്ലണം. ഇപ്പോൾ നമ്മൾ പ്രൈമറി ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ടോട്ടൽ സൈസിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നമുക്ക് കമ്പനിയിൽ അധികം ഡ്രൈവ് ലെറ്റർ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മൗണ്ട് ഇൻ ദ ഫോളോയിങ് MT/NTFS ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എന്തെന്ന് വെച്ചാൽ, യുനിക്സിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഡ്രൈവ് ലെറ്റർ ഇല്ല. നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിന് ഒരു ഫോൾഡറിലാണ് മൗണ്ട് ചെയ്യുന്നത്. അതേ ഓപ്ഷൻ നിങ്ങൾക്ക് വിൻഡോസ് 2003 സെർവറിലുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫോൾഡറിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസിനെ സെലക്ട് ചെയ്യണം. സി ഡ്രൈവിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഫോൾഡറിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഓക്കെ ഡിസ്പ്ലേ ആവില്ല. കാരണം ഒരു എംടി ഫോൾഡറിൽ മാത്രമേ ഒരു ഹാർഡ് ഡിസ്കിനെ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ സി ഡ്രൈവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്കാർക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ സെയിൽസ് എന്നുള്ള പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് ക്യാൻസൽ ചെയ്തിട്ട് ഒരിക്കൽ കൂടി ബ്രൗസ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ സി ഡ്രൈവ് മറ്റുള്ള ഫോൾഡറൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്താൽ ഓക്കെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സെയിൽസിനെ സെലക്ട് ചെയ്താൽ ഓക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഫിനിഷ് ക്ലിക്ക് ചെയ്യണം. ഈ പാർട്ടീഷന് ഡ്രൈവ് ലെറ്റർ ഉണ്ടാവില്ല. അതായത് ഈ പാർട്ടീഷൻ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, മൈ കമ്പ്യൂട്ടറിൽ സി ഡ്രൈവിൽ സെയിൽസ് എന്നുള്ള ലൊക്കേഷനിലാണ് ഉള്ളത്. നമ്മൾ ഈ സെയിൽസ് ഫോൾഡറുടെ അകത്ത് എന്തെങ്കിലും സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്തത് ഈ പാർട്ടീഷനിലാണ് ചെന്ന് സ്റ്റോർ ആവുന്നത്. നമ്മൾ സി ഡ്രൈവിൽ സെയിൽസ് എന്നുള്ളൊരു ഫോൾഡർ ഇട്ടിട്ടുണ്ട്. ഈ സെയിൽസ് ഫോൾഡറിൽ നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്താലും ആ സ്റ്റോർ ചെയ്യുന്ന വസ്തുക്കളെല്ലാം ഈ പാർട്ടീഷൻ്റെ അകത്താണ് സ്റ്റോർ ആവുന്നത്. ഹാർഡ് ഡിസ്കിൻ്റെ ഡ്രൈവ് ലെറ്റർ അധികം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾഡറുടെ അകത്തും ഹാർഡ് ഡിസ്കിനെ മൗണ്ട് ചെയ്യാൻ പറ്റും.